നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ ലാസ്റ്റ് 1-ാം തീയതി ഞാനിട്ടൊരു ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയണ്ടായി. അപ്പോൾ അതിൽ ദശപ്രാണങ്ങളെക്കുറിച്ച് പറയണ്ടായി. ദശപ്രാണങ്ങളിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കാലം, മാർഗം, ക്രിയ, ഇത്രതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അംഗം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, വായ, ഇങ്ങനെ പല അംഗങ്ങളുണ്ടല്ലോ. അതുപോലെ താളത്തിൻ്റെ അംഗങ്ങൾ, പാർട്സ് ഓഫ് ബോഡി, അതുപോലെ താളത്തിൻ്റെ പാർട്സ് ഓഫ് ബോഡിയാണ് ഈ അംഗങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളത് 3 അംഗങ്ങളാണ്. അനുദ്രുതം, ദ്രുതം, ലഘു, ഇങ്ങനെയാണ് പറയണത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 6 അംഗങ്ങളുണ്ട് നിലവിൽ. ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ പഠിപ്പിച്ചേക്കണം ഇങ്ങനെയാണ്. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അനുദ്രുതം, ദ്രുതം, ലഘു, ഗുരു, പ്ലുതം, കാകപാദം. ഒരു പ്രാവശ്യം കൂടി പറയാം. അനുദ്രുതം, ദ്രുതം, ലഘു, ഗുരു, പ്ലുതം, കാകപാദം. ഇങ്ങനെ, അതായത് ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അതായത് ലഘുവിൻ്റെ ആണ്. ലഘുവിൻ്റെ വ്യത്യാസം വരും. അതാണ് കൂടുതൽ. അതാണ് താളത്തിൻ്റെ ബേസായിട്ടും കണക്കാക്കണം. അതായത് ലഘു എന്ന് പറയുന്നത് 1, 2, 4, 8, 12, 16 ഇങ്ങനെ ഡിവിഷൻസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ലഘുവിൽ മാത്രമാണ് ഈ പറഞ്ഞത്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ. അതായത് 5 ജാതി ഉണ്ടല്ലോ. ഈ 5 ജാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. 5 ജാതി എന്ന് പറഞ്ഞാൽ തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഈ 5 ജാതിയിലുള്ള വകഭേദം. തിസ്രം എന്ന് പറഞ്ഞാൽ 3, തക്കിട്ട എന്ന് പറയാം. തിസ്രം എന്ന് വെച്ചാൽ 3, തക്കിട്ട. ചതുരസ്രം എന്ന് പറഞ്ഞാൽ 4. അതങ്ങനെ ത, ക, തി, മി. അപ്പോൾ ഇങ്ങനെ പോകും. തക്ക ദിമ്മി, തക്ക ദിമ്മി, തക്ക ദിമ്മി, തക്ക ദിമ്മി എന്നിങ്ങനെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 എന്നാ പോവുക. അതാണ് ചതുരസ്ര ജാതി. ഖണ്ഡം എന്ന് പറഞ്ഞാൽ 5. തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട, 1 2 1 2 3 1 2 1 2 3. അതായത് തക്ക, തക്കിട്ട, തക്ക, തക്കിട്ട. ഈ സാധാരണ ഞാൻ പല പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ ഈ താണ്ഡവമൊക്കെ ഇല്ലേ, ശിവതാണ്ഡവം, അങ്ങനെയുള്ള സംഗതികൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന താളമാണത്. തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, കിടത്തിന് കിടത്തും, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, തക്ക തക്കിട്ട, കിടത്തിന് കിടത്തും. അങ്ങനെയൊക്കെ അങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ അവർ കളിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. അതാണ് ഖണ്ഡജാതി. ഖണ്ഡം കഴിഞ്ഞാൽ മിശ്രം. തക്കിട്ട, തക്ക, ദിമി. 7 അക്ഷരമാണ് കേട്ടോ. തക്കിട്ട, തക്ക, ദിമി. നോക്കൂ, തക്കിട്ട അത് തിസ്രമല്ലേ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, തക്കിട്ട, തക്കിട്ട, തക്കിട്ട അത് തിസ്രം 3. തക്ക, ദിമി അത് ചതുരസ്രം. അപ്പം 3ഉം 4ഉം കൂടി അപ്പം 7ആയി. കേൾക്കണ്ടോ? അപ്പോൾ തക്കിട്ട, തക്ക, ദിമ്മി. അപ്പോൾ അങ്ങനെയാണ് മിശ്രം ഉണ്ടായത്. കേൾക്കുന്നോ? മനസ്സിലായോ? മിശ്രം 7 ഉണ്ടായത് അങ്ങനെയാണെന്ന് മനസ്സിലായോ? തക്കിട്ട, തക്ക, ദിമ്മി, തക്കിട്ട, തക്ക, ദിമ്മി, ഇങ്ങനെ അങ്ങനെ ഒരാണ്. അതാണ് മിശ്രജാതി, മിശ്രം. പിന്നെ സങ്കീർണം എന്ന് പറഞ്ഞാൽ 9ആണ്. തക്ക, ദിമി, തക്ക, തക്കിട്ട. നോക്കിക്കേ, തക്ക, ദിമി ചതുരസ്രം, തക്ക, തക്കിട്ട ഞാൻ പറഞ്ഞു തന്നു ഖണ്ഡം. 5ഉം 4ഉം 9. മനസ്സിലായോ? അങ്ങനെ. അപ്പം തക്ക, ദിമ്മി, തക്ക, തക്കിട്ട, തക്ക, ദിമ്മി, തക്ക, തക്ക, ദിമ്മി, തക്ക, തക്കിട്ട, അങ്ങനെയാണ് പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. തിസ്രം 3, തക്കിട്ട, 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 തക്കിട്ട എന്ന് കിടക്കും.
ചതുരശ്രം തക്ക ദിമ്മി 4 തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി തക്ക ദിമ്മി. ഖണ്ഡം 5 തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്നങ്ങനെ നടക്കും. മിശ്രമാകുമ്പോൾ തക്കിട്ട തക്ക ദിമ്മി 7. അത് തിസ്രവും ചതുരശ്രം കൂടി കൂടിയതാണ് 7. അങ്ങനെ പിന്നെ സങ്കീർണം അല്ല മിശ്രം പറഞ്ഞു. പിന്നെ സങ്കീർണം ഖണ്ഡവും തിസ്രവും കൂടി ചതുരശ്രം കൂടി തക്ക ദിമ്മി തക്ക തക്കിട്ട 5 4 9. അങ്ങനെയാണ് ഇങ്ങനെ ഉള്ളത്. ഇനി ഇതിൻ്റെ അംഗങ്ങളെ കണ്ട് തിരിച്ചറിയാനും ഈ അംഗങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കണത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കണേ എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടൂ. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ച് പറയാം. പിന്നെ അത് കൂടാതെ ഈ എന്താ പറയുക, നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പഴയ എപ്പിസോഡുകൾ നമ്മൾ കാണാതെ ഇത് കണ്ടിന്യൂറ്റി കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അത് കണ്ടിന്യൂറ്റിയോടുകൂടി ആദ്യമേ തുടങ്ങി കാണുക, എല്ലാ ഇതും എപ്പിസോഡുകളും കാണുക. പ്ലസ് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്ക് അത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റേതായ ആൾക്കാരോടാണല്ലോ എനിക്ക് പറയാൻ പറ്റുക. നിങ്ങളെല്ലാവരും എൻ്റെ ആണല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസമാണല്ലോ നമ്മളെ പുറപ്പിക്കണേ. എല്ലാവരും പറയില്ലേ നിൻ്റെ വിശ്വാസം തന്നെ പുറപ്പിക്കട്ടെ, അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ.